SDPI കൃത്യമായിട്ട് UDF-നെതിരെയും LDF-നെതിരെയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉമായോ LDF-ഉമായോ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. അവർ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് നയം വ്യക്തമാക്കിയല്ലോ, വോട്ട് വേണ്ട എന്ന് പറയുന്നവർക്ക് വോട്ട് നൽകില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. SDPI ആർക്കെങ്കിലും പിന്തുണ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി അല്ലല്ലോ. SDPI പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രധാന ചർച്ചാ വിഷയം SDPIയുടെ പിന്തുണ ആർക്കാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ SDPI പ്രവർത്തകരോ നേതാക്കളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ഈ ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മുസ്തഫ കൊമ്മേരി ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. അതായത് SDPI ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് പിന്തുണയ്ക്കുക? അതിനൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഉത്തരവുണ്ടോ? അവിടെ കൃത്യമായിട്ട് നേരത്തെ തന്നെ SDPI വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റക്കാണ് SDPI മത്സരിക്കുന്നത്. ഇപ്പോൾ 36 സീറ്റിൽ കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായുള്ള ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മത്സരിക്കുന്നത്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ മത്സരിക്കാത്ത ഇടങ്ങളിൽ കൃത്യമായി മണ്ഡലം തലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം പാർട്ടി നിലപാട് അണികളെ അറിയിക്കും. ആ രീതിയിലാണ് ഇത്തവണത്തിലെ രാഷ്ട്രീയ നീക്കം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അധിക ദിവസമില്ല, ഇനി 12 ദിവസം കഷ്ടിച്ചുള്ളൂ. അപ്പം ഇനിയും ഇത്തരത്തിൽ ഈ നേതാക്കളൊക്കെ തന്നെ ഒഴിഞ്ഞു മാറും. അത് SDPIയുടെ നേതാക്കളൊക്കെ നമ്മൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുകയാണ്. യോഗം ചേരണം, കമ്മിറ്റി ചേരണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ SDPIക്ക് ഇത്ര കാലതാമസം വരാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തവണ അത്തരം കാലതാമസം വരുന്നത്? SDPI കൃത്യമായിട്ട് UDF-നെതിരെയും LDF-നെതിരെയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി ഭരണവിരുദ്ധ വികാരമില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ പോലീസിലുള്ള ചില നീക്കങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളും, ശബരിമല വിഷയം, ഇതല്ലാതെ ഭരണവിരുദ്ധ വികാരമില്ല. റോഡായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് അനുകൂലമായുള്ള ട്രെൻഡാണ് പൊതുവിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉമായോ LDF-ഉമായോ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. അവർ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്ക് മത്സരിക്കാത്ത ഇടങ്ങളിൽ കൃത്യമായുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കും. അപ്പം ഈ നിലപാടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിച്ചത്? സംസ്ഥാന പ്രസിഡന്റ് അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കേരളത്തിലെ മതസംഘടനകൾ ഉൾപ്പെടെ, SDPI സ്നേഹിക്കുന്ന ധാരാളം പൊതുസമൂഹം ഉൾപ്പെടെ അഭ്യർത്ഥിച്ചു, നിങ്ങളവിടെ പിൻവലിക്കണം, BJP ജയിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് തിരിച്ച് SDPI ചോദിച്ചിട്ടുണ്ട്. നേമത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട്, പാലക്കാട് ജയിക്കാൻ സാധ്യതയുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിൽ അവരുടെ കണക്ക് പ്രകാരം 11ഓളം സീറ്റുകളിൽ BJP ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ മുസ്ലിം ലീഗും കോൺഗ്രസും അതുപോലുള്ള സംഘടനകളൊക്കെ അവർക്ക് അനുകൂലമായുള്ളൊരു നിലപാട് എന്ന് പറഞ്ഞാൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള മുന്നണിക്ക് സപ്പോർട്ട് നൽകുന്നതിന് പകരം ഇപ്പോൾ പാലക്കാട് UDF-ന് അനുകൂലമാണെങ്കിൽ CPM UDF-നെ സപ്പോർട്ട് ചെയ്യണം. നേമത്ത് LDF-നാണെങ്കിൽ UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും CPM-നെ സപ്പോർട്ട് ചെയ്യും. ആ നിലപാട് സ്വീകരിക്കാതെ SDPI മത്സരിക്കുന്നിടത്ത് മാത്രം BJP ജയിച്ചു വരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം അത് പൊതുസമൂഹത്തിൽ ശക്തമായി നടത്തുകയും, എന്നാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന, മറ്റവരെന്തോ ആയിക്കോട്ടെ നിങ്ങളത് പിൻവലിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ പിൻവലിച്ചിരിക്കുന്നത്. അതായത് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിച്ചത്? തീർച്ചയായിട്ടും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് മങ്കട, അതുപോലെ തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ടുള്ളതാണ്, വോട്ട് ഷെയറുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റിൽ മത്സരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, താഴത്ത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു ഈ ഇലക്ഷൻ്റെ ഡേറ്റ് വന്നത്. നമുക്കറിയാലോ, നോമ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും SDPI പോലുള്ളൊരു പാർട്ടിക്ക് മത്സരിക്കാൻ ആവശ്യമായ വിഭവങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ ഈ സമയം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ മാത്രമാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായുള്ള കൊടുവള്ളി, കുന്നമംഗലം പല മണ്ഡലങ്ങളിലും SDPI
SDPI മത്സരിക്കുന്നില്ല. ആ രീതിയിൽ മലപ്പുറം വേങ്ങരയും മങ്കടയും ഉൾപ്പെടെ മങ്കട സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അതിനുശേഷം നടത്തില്ല അവലോകനത്തിൽ അവിടെ മത്സരിക്കുന്നതല്ല ഗുണകരമെന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് അവിടെ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇത്തവണത്തെ SDPIയുടെ പിന്തുണ ഇടതിനാണ്. അതായത് ഇടത് വിരുദ്ധതയില്ല, അതായത് സർക്കാരിനെതിരെ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ഇല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പറയാറായില്ല. ഇപ്പോൾ ഇന്നലെ MA ബേബി SDPIയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിരിക്കുന്നു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നവർക്ക് വോട്ട് നൽകില്ല എന്നും പറഞ്ഞിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാത്ത ബാക്കി 104 മണ്ഡലങ്ങളിൽ പ്രാദേശിക വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള അവസാന ഘട്ടത്തിലായിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുത്ത് നൽകുക. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പം ഇന്ന് മന്ത്രി K രാജൻ പറയുന്നു, അതുപോലെ തന്നെ MA ബേബി പറയുന്നു, DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, അങ്ങനെ ഇടതുപക്ഷത്തു നിന്നുള്ള മുഴുവൻ ആളുകളും പറയുകയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ SDPIയുടെ വോട്ടുകൾ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ നിലപാട് എന്താണോ അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് തങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഇടത്തേക്ക് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു പോകുന്നത്? അങ്ങനെ പോകുന്നില്ലല്ലോ. സംസ്ഥാന പ്രസിഡന്റ് നയം വ്യക്തമാക്കിയല്ലോ, വോട്ട് വേണ്ട എന്ന് പറയുന്നവർക്ക് വോട്ട് നൽകില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തണമല്ലോ. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആര് ജയിച്ചു വരണം എന്നുള്ളത് പൊതുസമൂഹത്തിനും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും പാർട്ടി പ്രവർത്തകർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. കൃത്യമായ നിലപാട് ഇലക്ഷനോടനുബന്ധിച്ച് പാർട്ടി സ്വീകരിക്കുന്നതാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നുണ്ട് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു മറ്റ് രീതിയിലല്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തരത്തിലുള്ള സഹകരണം ഞങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പം SDPI അങ്ങനെ ഒരു പൊതുമധ്യത്തിൽ ആർക്കുമിടയിൽ വന്ന് പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയാണോ നിങ്ങളെ സംബന്ധിച്ച്? SDPI ആർക്കെങ്കിലും പിന്തുണ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി അല്ലല്ലോ. SDPI മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK മുന്നണിയിലുണ്ട്, DMK മുന്നണിയിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, CPI ഉൾപ്പെടെ എല്ലാ പാർട്ടികളുണ്ട്. അവിടെ SDPIക്ക് ഒരു സീറ്റ് അവിടുത്തെ DMK മുന്നണി അനുവദിച്ചിട്ടുണ്ട്. അവിടെ ശക്തമായ മത്സരമുണ്ട്. ഒരുമിച്ച് കൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ വലിയ മാറ്റങ്ങൾ അതുപോലെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാനിലൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇതേപോലെ കേരളത്തിലും സംഭവിക്കുമെന്നുള്ളതാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഞ്ചേശ്വരം വിഷയത്തിൽ തന്നെ കുറേ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമാണ്, വ്യക്തമാണ്. പാർട്ടി നിലപാട് പറയും. പ്രവർത്തകർ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, അനുഭാവികൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ടോ കോൺഗ്രസ്സിൽ? കോൺഗ്രസ് നേരത്തെ SDPI വോട്ട് കൊടുത്ത സമയത്തൊക്കെ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ധാരാളം പഞ്ചായത്തിൽ BJP വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ SDPI UDFന് പിന്തുണ നൽകിയ മുഴുവൻ സ്ഥലങ്ങളിലും കോൺഗ്രസ് UDF പ്രത്യേകിച്ച് VD സതീശൻ മുൻകൈ എടുത്തുകൊണ്ട് ആ പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുന്ന കാഴ്ചയാണ്. SDPI പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, അതുപോലെ UDFൻ്റെ നേതൃത്വമാണ്. അങ്ങനെ പറയുന്നവർക്ക് വോട്ട് നൽകേണ്ടതില്ലല്ലോ. സമാനമായ രീതിയിലാണ് ഇപ്പം LDF നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആവർത്തിച്ചുള്ള ചോദ്യം. തീർച്ചയായിട്ടും LDF അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്കും വോട്ട് നൽകില്ല. വോട്ട് വേണ്ട എന്ന് പറയുന്നവർക്ക് വോട്ട് നൽകാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന LDF ആ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. SDPIയുടെ വോട്ട് വേണ്ട, ആരുടെയും വോട്ട് സ്വീകരിക്കും എന്നുള്ള നിലപാടാണ് പൊതുവിൽ LDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും LDFനോ UDFനോ പിന്തുണ നൽകാൻ ഈ ഘട്ടത്തിൽ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ തീരുമാനം എടുക്കും. അവസാനമായ ഒറ്റ ചോദ്യം കൂടി, അതായത് ഈ മണ്ഡലാടിസ്ഥാനത്തിൽ അവിടുത്തെ സാഹചര്യം നോക്കി തീരുമാനിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാം, അതാണോ ഇപ്പം നിങ്ങൾ പൊതുവെ എടുത്തിട്ടുള്ള തീരുമാനം? പാർട്ടിയാൽ അതിൽ കൃത്യമായുള്ളൊരു നിലപാട് സ്വീകരിക്കും. ഇപ്പം മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ മണ്ഡലത്തിൻ്റെ വികാരങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും, ജില്ലാ കമ്മിറ്റി അത് സ്റ്റേറ്റിന് റിപ്പോർട്ട് ചെയ്യും. അതുകൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കുക. എന്നാണ് അന്തിമ തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും? 2 ദിവസം കൊണ്ട് ആ തീരുമാനം വരും. യോഗം ഉണ്ടാവും? യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. മലപ്പുറത്ത് വെച്ച് യോഗം ചേരും. അതിൽ ആ യോഗത്തിൽ തീരുമാനം എടുക്കും, അറിയിക്കും. അതായത് പൊതുവായിട്ടുള്ള തീരുമാനം അറിയിക്കും, അങ്ങനെയാണോ? പൊതുവായിട്ടുള്ള തീരുമാനം അറിയിക്കും. അപ്പം SDPIയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മുസ്തഫ കൊമേരിയാണ് അപ്പം റിപ്പോർട്ടിനൊപ്പം ചെയ്തിട്ടുള്ളത്. നിലപാട് കൃത്യമാണ്. 2 ദിവസത്തിനകം ഔദ്യോഗികമായിട്ട് ആർക്കാണ് പിന്തുണ എന്ന കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ ഷാഹിദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.